എല്ലാം വന്നാൽ തൻ്റെ മുമ്പിൽ പെട്ടാൽ അതിനെ പിടിച്ച് തിന്നാം. ആ രീതിയിൽ അങ്ങനെ കിടക്കുക. ആ മനുഷ്യനെ, ആ ജീവിയെ കണ്ടുകൊണ്ട് ആ ജഡായു എത്ര നല്ലവനായിരുന്നു, ഈ ദുഷ്ടനായ ഈ സമ്പാദ്യയുടെ മുമ്പിൽ നമ്മൾ പെട്ടല്ലോ എന്ന് കുട്ടികൾ ഇവരെല്ലാം കൂടി ബാലന്മാരെല്ലാം കൂടി പറഞ്ഞു കഴിയുമ്പോൾ സമ്പാദ്യ പറയുന്നു, നിങ്ങൾ ജഡായുവിനെ കണ്ടു. ജഡായു എൻ്റെ അനുജനാണ്. ജഡായു മരിച്ചു, രാമനാണ് അദ്ദേഹം സംസ്കാരമൊക്കെ നടത്തിയത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കഥ പറയുന്നു, ഞാനും ജഡായുവും കൂടി സൂര്യനെ കാണാൻ വേണ്ടി പറന്നു പോകുന്നിലേക്ക്. എൻ്റെ ഇളയ സഹോദരനാണ് ജഡായു. അങ്ങനെ പറന്നു പോകുന്ന സമയത്ത് ചൂട് കൂടി. ഞാൻ അവനെ രക്ഷിക്കാൻ വേണ്ടി മുകളിൽ കയറി, അവൻ്റെ മുകളിൽ കയറി പറഞ്ഞു. അവന് ചൂടടിക്കാൻ സഹോദരനോടുള്ള സ്നേഹം അങ്ങനെ എൻ്റെ ചിറക് കയറ്റുന്നു വരും. അങ്ങനെ ഞാനിവിടെ നന്ദനമഹർഷി മഹർഷിയുടെ ആശ്രമത്തിൽ വന്നിരിക്കുകയാണ്. മഹർഷി എന്നെ വിളിച്ച് എന്ത് പറ്റി സമ്പാദിക്കുന്നു ചോദിച്ചു. ഇങ്ങനെയൊക്കെയാണ് മഹർഷിയെ പറ്റിപ്പോയിരുന്നത്. അവൻ രക്ഷപ്പെട്ടു, എനിക്കിങ്ങനെ ആയിപ്പോയി. എന്നിട്ട് മനുഷ്യ ജന്മത്തെക്കുറിച്ച് പറയുകയാണ്. മനുഷ്യർക്കൊക്കെ ഒരു അഹംഭാവമുണ്ട്. പണവും പ്രതാപവും അധികാരവും ശക്തിയും ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന്. അതൊക്കെ നിസാരമാണ്. ഒരു നിസാര രോഗം വന്നാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. എത്ര വലിയ പണവും നമുക്കറിയാമല്ല. ഒരു കിഡ്നി മാറ്റിയേക്കാൻ 35 ലക്ഷം രൂപയാണ്. 35 ലക്ഷം രൂപ ചിലവാക്കിയിട്ട്, ഇല്ല ലിവർ മാറ്റി വെച്ചിട്ട് 35 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് അവസാനം രോഗം മാറിയില്ല, ലിവർ വർക്ക് ചെയ്തില്ല. അന്വേഷിച്ചപ്പോൾ ഉള്ളിലെ ക്യാൻസറാണ്. ഏതാനും ദിവസത്തിനുള്ളിൽ മരിച്ച ഒരു കേസ് ഇപ്പം കോടതി കിടപ്പുണ്ട്. പണമുള്ളതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിലൊരു അഹംഭാവമുണ്ട്, തനിക്കെല്ലാം ആകും എന്നുള്ളത്. അഹംഭാവം കൊണ്ട് നിനക്ക് സംഭവിച്ചാൽ. പക്ഷേ നീ ഒന്ന് ഓർത്തിരിക്കണം, ഇതൊക്കെ നിമിഷം കൊണ്ട് തീരാവുന്നേ ഉള്ളൂ നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത് നീ ഒരു പാഠമായിരിക്കട്ടെ. ഈ മനുഷ്യനെന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് ചന്ദ്രമണ്ഡലത്തിലേക്കും അവിടുന്ന് സൂര്യമണ്ഡലത്തിലേക്കും മറ്റും പോകും. അവിടുന്ന് അവൻ അനുഭവിക്കാനുള്ള കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക അവസരമാകുമ്പോൾ അത് താഴേക്ക് ജലത്തിലൂടെ, കാർമേഘത്തിലൂടെ, ജലത്തിലൂടെ ഈ ഭൂമിയിൽ പെടും. ആ ആത്മാവ് ഇനിയും പുനർജനിക്കാൻ പോകുമ്പോൾ ആരുടെ ഉള്ളിലാണോ ചെല്ലേണ്ടത് ആ ആളുടെ ഉള്ളിലേക്ക് അത് ചെല്ലണം. ചെല്ലുവാൻ വേണ്ടിയിട്ട് ആ ആൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് പ്രവേശിച്ച് ആ ഭക്ഷണത്തിലൂടെ ആ ആളിനെ പ്രവേശിക്കുകയും ഞാൻ മുമ്പ് പറഞ്ഞ ആ കഥയിലൂടെ ആ രീതിയിൽ ഒരു ഭ്രൂണത്തിൽ പ്രവേശിക്കുകയും അങ്ങനെ കുട്ടിയുണ്ടാകും. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്ന ഗർഭാവത്തെ കടക്കുമ്പോൾ ഞാൻ ഇനിയും ഭൂമിയിൽ നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ശപഥം ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കും. പുറത്തേക്ക് വരുമ്പോഴും നല്ല കുട്ടിയായിട്ട് നല്ല രീതിയിൽ നിഷ്കളങ്കമായി പോകും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ആ നിഷ്കളങ്കതയൊക്കെ പോയി വക്രബുദ്ധിയൊക്കെ പഠിച്ച് അവരുടെ സാഹചര്യം അനുസരിച്ച് വീണ്ടും അവൻ പഴയ രീതിയിലേക്ക് പോകുമ്പോൾ ഇതാണ് ജനനത്തിൻ്റെ രീതി. ഇത് ആ ഗർഭിണിയായിരിക്കുന്ന ആ സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞ ഗർഭാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. 15 ദിവസം കൊണ്ട് ഒരു വെറും മാംസമായ ഒരു രൂപം, ഒരു കഫത്തിന്റെ രൂപം 15 ദിവസം കൊണ്ട് 30 ദിവസം, അങ്ങനെ ഓരോ അവസരങ്ങളിൽ ഈ ഗർഭസ്ഥ ശിശുവിൻ്റെ പരിണാമം പറയുന്നുണ്ട്. അങ്ങനെ കയ്യും കാലും ഓരോന്നുമൊക്കെ വെച്ച് 6 മാസം കഴിഞ്ഞ് 7-ാം മാസമാകുമ്പോൾ തലയിൽ രോമവും മറ്റും വന്ന് പൂർണ്ണ വളർത്തിയെത്തും. ഇത് ഗൈനക്കോളജിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് വാൽമീകി ആ ഉള്ളിൽ കിടക്കുന്ന അതുപോലത്തെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഗൈനക്കോളജിനകത്ത് നിഷേധിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇതാണ് ദൈവീകത്വം എന്ന് പറയുന്നത്. 7-ാമത്തെ മാസത്തിൽ പൂർണ്ണ വളർച്ചയെത്തും അമ്മയുടെ. അപ്പോഴാണ് രാമായണം ഇത് വായിച്ചു കഴിയുമ്പോഴാണ് നമുക്കൊരു ഓർമ്മ വരുന്നത്. 6 മാസം കഴിഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീകൾ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ട്. 6 മാസം കഴിഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല. കാരണം എന്താണ്? പൂർണ്ണ വളർച്ച ഒരു ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇതാരും പറഞ്ഞു തരാറില്ല, അതിന് ശാസ്ത്രം പറയാം. പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുട്ടി ഉള്ളിലുണ്ട്. അന്നപ്രാശം കഴിയാതെ കുട്ടിയെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. നമ്മൾ കുട്ടിക്ക് 6 മാസം കഴിയുമ്പോൾ ചോറ് കൊടുക്കുന്നത് ക്ഷേത്രത്തിൽ കയറാനുള്ള അവകാശത്തിന് വേണ്ടിയാണ്. അവർ സാമ്പാറും കുട്ടി മട്ടനും ചിക്കനും കുട്ടി വാങ്ങി കൊടുക്കാനുള്ളതല്ല. അതിൻ്റെ അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് അവന് ക്ഷേത്രത്തിൽ കയറണമെങ്കിൽ അന്നപ്രാശം കഴിയണം, അപ്പോഴേ ക്ഷേത്രത്തിൽ കയറാൻ പാടുള്ളൂ. അതിന് മുമ്പ് കുട്ടികളെ കൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ വരാറുണ്ട്, പറഞ്ഞു കൊടുക്കാൻ ആളില്ല, അവർ കയറി പോകും, അത് പറയാനില്ല.
അപ്പോൾ അന്നപ്രാശം കഴിയാത്ത ഒരു കുട്ടി ഉള്ളിലുള്ളത് കൊണ്ടാണ് ഈ 6 മാസം കഴിഞ്ഞ് 7-ാം മാസം മുതൽ ക്ഷേത്രത്തിൽ കയറരുത്. അപ്പോൾ ക്ഷേത്രത്തിൽ കയറിയാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ ആളില്ല, അറിയാവുന്നവരാരുമില്ല. ഇന്നിപ്പോൾ ക്ഷേത്രത്തിൽ പൂജാരിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അറിയാവുന്നവർ പറഞ്ഞുതരും, മിക്ക ആൾക്കാർക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ ഇതിനും കൂടി നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ് രാമായണത്തിലെ ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കഥ. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒരു കുട്ടി ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ഗർഭാവസ്ഥ എങ്ങനെയാണ് വരുന്നത്, അതിൽ വരുന്ന കുട്ടിയുടെ വളർച്ച എങ്ങനെയാണ്, ഇതൊക്കെ ഓരോരോ കഥകളിൽ കൂടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരു കഥ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ നമുക്ക് പറഞ്ഞെടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഥകളുണ്ടെങ്കിലും അവസാനം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, രാവണനെ വധിച്ചു കഴിയുമ്പോൾ, കഥകൾ പറയാനല്ലേ പിടിക്കുന്നത്, ഏതെങ്കിലും 1-2 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം പറയാം. രാവണനെ വധിച്ചു കഴിയുമ്പോൾ വിഭീഷണനോട് രാമൻ പറയുന്നുണ്ട്, നിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് മരിച്ചിരിക്കുന്നത്, എല്ലാ കർമ്മങ്ങളും രാജകീയ പദവിയോടുകൂടി എല്ലാ കർമ്മങ്ങളും നടത്താം. രാജകീയ പദവിയോട് ചക്രവർത്തിയാണ് മരിച്ചു കിടക്കുന്നത്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, ആ ദുഷ്ടന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല, എനിക്കത് സാധ്യമല്ല. അപ്പൊ പറയാണ്, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ സകലതും മറക്കണം, സകല ശത്രുതയെ അവിടെ മറക്കണം. അത് ഇവിടുന്ന് പോയി ഇനി ശരീരത്തിനൊരു കടമയില്ല. ഇവര് രാജാവിനെ എങ്ങനെ സംസ്കരിക്കണമോ അതേ രീതിയിൽ നീ സംസ്കരിച്ചിരിക്കണം, ആജ്ഞാപിക്കണം. അപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ശത്രുവാണെങ്കിലും ശത്രുത അതോടുകൂടി തീരണം. അത് ഉള്ളിൽ കൊണ്ട് നടക്കരുത്. കഴിഞ്ഞു പോയില്ലേ, ഇത് ഉള്ളിൽ കൊണ്ട് നടത്തുന്ന നമുക്കെന്താ ഗുണം? വല്ല ഗുണമുണ്ടോ? നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാക്കാം, രോഗം ഉണ്ടാക്കാം. അപ്പൊ ഈ തത്വം അനുസരിച്ച് മറന്നേക്കണം. വളരെ പ്രശസ്തമായൊരു തത്വമാണ്. ശത്രുത്വം അതോടുകൂടി അവസാനിപ്പിച്ച് അഗ്നിഹോത്രിയെ ദഹിപ്പിക്കുന്നത് പോലെ ദഹിപ്പിക്കണം. എന്തിനാണ് ദഹിപ്പിക്കുന്നത്? നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് ദഹിപ്പിച്ച് കുളിച്ചു കൊണ്ടുവന്ന് വാഴയിലെ കടത്തും. എന്തിനാണ് വാഴയിലെ കടത്തുന്നത്? ചിലപ്പോൾ നിങ്ങളുടെ ആൾക്കാരോട് ചോദിക്കും, നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് ഞങ്ങളൊക്കെ നല്ല പട്ടുമെത്തയിലെ കടത്തും, നിങ്ങളൊരു വാഴയിലെ കടത്തും എന്താണെന്ന് ചോദിച്ചാൽ മറുപടി പറയാറില്ല. അറിഞ്ഞുകൂടാ. അറിയാവുന്നവരുണ്ടാകുക എന്നല്ല, പൊതുവെ അറിഞ്ഞുകൂടാ. അതാ സത്യം. ഈ ശരീരം എന്ന് പറഞ്ഞത് അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി, 5 ഘടകങ്ങളാണ്. ഈ 5 ഘടകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ശരീരം തിരിച്ച് 5 ഘടകങ്ങൾ തിരിച്ചു കൊടുക്കണം. പോകുമ്പോൾ 5 ഘടകങ്ങളിൽ കിട്ടിയ ഈ ശരീരത്തെ തിരിച്ചു പോകുമ്പോൾ തിരിച്ച് 5 പേർക്ക് തിരിച്ചു കൊടുത്തിട്ട് വേണം പോകാൻ. ആത്മാവ് പോയി, ശരീരം 5 പേർക്ക് കൊടുക്കാനുള്ള കടവട കിടക്കും. അത് വരരുത്. അതിനുവേണ്ടി അഗ്നിഹോത്രം, യാഗം, ഹോമത്തിനുള്ള എല്ലാ ദ്രവ്യങ്ങളും അതിലാണ് മനുഷ്യനെ കൊണ്ടു ധരിപ്പിക്കുന്നത്. അപ്പൊ അതിനകത്ത് ചന്ദനം, അകില് തുടങ്ങിയ വിറകുകളും ശരിക്കും ദഹിപ്പിക്കുന്ന ആളിന്റെ തൂക്കത്തിന്റെ ഇരട്ടി തൂക്കത്തിനോട് ദൈവം ഒഴിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റുമോ? അങ്ങനെ ലേഖനം കണ്ടത് 2010 ആചാര്യ നരേന്ദ്രമോദി മരിച്ചപ്പോൾ ചെങ്ങന്ന് വെച്ച് കണ്ടു. പ്രാവശ്യം ജീവിതത്തിൽ ഒരിക്കലേ കണ്ടോളൂ. ഓടിച്ചിരുന്ന മഴയത്ത് 2-3 ബക്കറ്റിനകത്ത് നെയ്യ് നിറച്ച് വെച്ചുകൊണ്ട് വലിയ നീളമുള്ള കല്ലുകൊണ്ട് ഇങ്ങനെ കോരി വെച്ചുകൊണ്ടിരിക്കും. 6 പേര് മഴയുടെ പെയ്യുന്നത് അതിനെ പറ്റിക്കൊണ്ടേ ഒരിക്കലാണ്. അപ്പോൾ ഈ ഹവിസ്, ചന്ദനവും അകിലും ഈ ശരീരവും ഹവിസാണ്, ഹോമത്തിരിയുമാണ് ഈ ശരീരം. ഈ ഹോമത്തിരിയും നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് വേണം സമർപ്പിക്കാൻ. ഇതിന് പറ്റിയ പാത്രം നമ്മളെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാഴയിലേക്ക് കടത്തിയിട്ട് അത് അവിടെ കൊണ്ട് സമർപ്പിക്കും. ഇതാണ് ശാസ്ത്രം. ഇതൊരു ഹോമദ്രവ്യമാണ്. നെയ്യ് പോലെയും ചന്ദനം പോലെയും അകില് പോലെയുള്ള ഹോമദ്രവ്യമാണ്. ഈ ദ്രവ്യം അവിടെ സമർപ്പിക്കാൻ ഒരു പാത്രത്തിൽ വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ കൊണ്ട് സമർപ്പിക്കാൻ പാത്രം വേണ്ടേ? ആ പാത്രമാണ് ഇല. നമ്മൾ ഊണ് കഴിക്കുന്ന ഇലക്കാതെ കഴിക്കുന്ന പാത്രമാണ്.
ഇലയിട്ട് വിളമ്പുന്ന പാത്രത്തിലാണ്, ഇലയാകുന്ന പാത്രത്തിലാണ്. അതുകൊണ്ടാണ് ഇലയിൽ കിടക്കുന്നത്. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ? അങ്ങനെയാണ് അതുകൊണ്ടൊന്ന് അവിടെ ഹോമത്തിന് ദൈവമായി സമർപ്പിക്കുന്നത്. അവിടെ ചന്ദനമാണ് മനുഷ്യനെ ദഹിപ്പിക്കാൻ വേണ്ടത്. ചന്ദനത്തിന് പകരം നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന മാവാണ്. അത് ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളതാണ്. ചന്ദനത്തിന് പകരം സാധാരണക്കാർക്ക് ഉപയോഗിക്കാവുന്നത് മാവാണ്. ചന്ദനത്തിന് പകരം മാവ് ഹോമത്തിന് എടുക്കാവുന്ന ഒരു ദൈവമാണ്. പ്ലാവിനേക്കാൾ മഹത്വം മാവിനാണ്. നമ്മൾ മലയാള ബ്രാഹ്മണന് മുഴുവൻ പ്ലാവിനാണ് പ്രാധാന്യം, അല്ലേ? മാവിന് അത്രയും പ്രാധാന്യം ശാസ്ത്രത്തിൽ ഇല്ല. പ്ലാവിന് മാവ് അമാമറവാണ് ഹോമത്തിന് എടുക്കാവുന്ന ഏറ്റവും നല്ല ദൈവം. അതാണ് ഇവിടെ എടുക്കുക, ചന്ദനത്തിന് പകരമായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ചിലർ ചോദിക്കും, മാവ് വീടിന് മുമ്പ് നിർത്താവും. മാവ് ദഹിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിറകെടുക്കുന്ന സാധനമായതുകൊണ്ട് ഒരു മോശം സാധനമാണെന്നാണ്. ആകാം, കണി കാണാവുന്ന സാധനമാണ്. നൂലോട് നോക്കുമ്പോൾ അതിൽ പൊട്ടരുത് മാത്രമേ ഉള്ളൂ. കലശത്തിന് ഉപയോഗിക്കുന്നത് പ്ലാവിൻ്റെ ഇല അല്ലല്ലോ, മാവിൻ്റെ ഇലയാണ്. പണ്ട് കാലങ്ങളിൽ കലശത്തിന് ഉപയോഗിക്കുന്നത് ചന്ദനത്തിൻ്റെ ഇലയാണ്. അത് രാമായണത്തിൽ പറയുന്നുണ്ട്. പട്ടാഭിഷേക സമയത്ത് കലശക്കുടം കൊണ്ടുവരുന്നുണ്ട്. അത് മുഴുവൻ മൂടിയിരിക്കുന്നത് ഈ ചന്ദന ഇല കൊണ്ടാണ്, ചന്ദനത്തിന്റെ ഇല കൊണ്ടാണ്. ചന്ദനത്തിന്റെ ഇല കിട്ടാത്തതുകൊണ്ട് നമ്മൾ മാവിൻ്റെ ഇല എടുക്കും. അതിൻ്റെ കൂടെ ആലിലയും കൂടി എടുക്കുന്നു മാത്രമേ ഉള്ളൂ. മാവിലയ്ക്കാണ് പ്രാധാന്യം. അപ്പോൾ കലശത്തിന് ഉപയോഗിക്കുന്ന മാവിൻ്റെ ഗുണം, മാവിലയുടെ ഗുണം, മാവിൻ്റെ ഗുണം ദഹിപ്പിക്കുമ്പോൾ ഈ പറയുന്ന മാതിരി ദഹിപ്പിക്കുമ്പോൾ അഗ്നിക്ക് കൊടുക്കാനുള്ള അഗ്നിക്ക് കൊടുത്തു, ഇല്ലേ? ഭൂമി വെച്ച് ദഹിപ്പിക്കുന്നത് ഭൂമിക്ക് കൊടുത്തു. വായുവിന് കിട്ടാനുള്ളത് വായുവിന് കിട്ടി. ആകാശത്തിൽ കൂടിയത് പോകുമ്പോൾ ആകാശത്തിന് കിട്ടി. 4 പേർക്ക് കിട്ടി. അഗ്നിക്ക് കൊടുത്തു, ഭൂമിയിൽ വെച്ച് നടത്തി, വായുവിന് കൊടുക്കാനുള്ള വായുവിന് കൊടുത്തു, ആകാശത്തേക്കുള്ളത് അവിടെ 4 പേർക്ക് കിട്ടി. പിന്നെ ഒരാളുണ്ട് ജലം. ആ ജലത്തിന് കൊടുക്കണം. അതിനുവേണ്ടിയാണ് അസ്ഥി ജലത്തിൽ നിമജ്ജനം ചെയ്യുന്നത്. അസ്ഥി ജലത്തിൽ നിമജ്ജനം ചെയ്യുന്ന 5ാമത്തെ ഘടകം ജലത്തിലേക്ക് അവരെ ജയിപ്പിക്കുമ്പോഴേ പൂർത്തിയാവുള്ളൂ. ഇല്ലാതെ നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് അസ്ഥിത്തറയെ വെച്ച് വളർത്തിയ ജീവിതകാലം മുഴുവൻ തെരയിക്കും. നല്ല വീടുകളുണ്ട്. അതുകൊണ്ട് പറയാം, ഈ വീട് നോക്കാൻ പോകുമ്പം നശിച്ചു പോയ വീടുകളുടെ കൂട്ടത്തിൽ അസ്ഥിത്തറയിലെ അസ്ഥി വെച്ചിട്ടുള്ള ആളുകൾ നശിച്ചു പോയിട്ടുണ്ട്. വലിയ കാര്യത്തെ കൊണ്ട് പൂജിച്ച് വിളക്കത്തിരിക്കണം. ഇത് പുനർജനിക്കണ്ടേ? ഞങ്ങൾ അവസരം കിട്ടണ്ടേ? നീ അസ്ഥിയുടെ കഥയൊക്കെ പറഞ്ഞാൽ വേറെ കഥകൾ പറയേണ്ടി വരും. അനുഭവത്തിലുള്ള എൻ്റെ സ്വന്തം കഥ അതുപോട്ടെ. അപ്പം ഈ ദഹിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന പ്രമാണം പഞ്ചഭൂതങ്ങൾ കൊണ്ട ഈ ശരീരത്തെ തിരിച്ച് 5 ഘടകങ്ങളിലേക്ക് ലയിപ്പിക്കുന്ന പരിപാവനമായ ഒരു കർമ്മമാണ്. അപ്പൊ ചോദിക്കും, ശവശരീരം ആശുപത്രി കൊടുത്താൽ എന്താണ്? അതെനിക്കത് പറഞ്ഞത്. അതിനെക്കുറിച്ച് ഞാൻ പറയാനില്ല, കാരണം നമ്മൾ പലരും കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാനൊന്നും പരിചയമുണ്ടെന്ന് പറയട്ടെ. പത്തിരി, പഴംപൊരി, സുഖിയാണ്.
രാമായണ മാസാരം പോലെ രാമായണ മാസാരം പോലെ തുടങ്ങും പെരുന്തം രാമായണ പാരായണ പാരായണ പഠന ക്ലാസ് രാമായണ പാരായണ പാരായണ പഠന ക്ലാസ് ഉദ്ഘാടനം ഉദ്ഘാടനം ശ്രീ എം സുഗത ക്ലാസ്സുകൾ നയിക്കുന്നത് ശ്രീ വിശ്വനാഥൻ. എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചിട്ട് നമുക്ക് ബാക്കി സമർപ്പിക്കാം. വായിച്ചേ. അറിയാത്ത കാര്യങ്ങളും ഓരോ പോർഷനൊക്കെ പറഞ്ഞു പോകാൻ എത്ര സമയം വായിച്ചു വാർത്തകളൊന്നും ഇരുന്നിട്ടില്ല. ഏത് കഥ എടുത്താലും അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു മാർഗദർശനം നമുക്ക് പൊതുവെ എല്ലാവർക്കും രാമായണം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ തുടങ്ങണമെന്നും ഏത് വായിച്ചിട്ടാണ് ഏത് വായിക്കേണ്ടതെന്നുള്ളതും അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം വീണ്ടും കഴിച്ചെടുത്ത് തുടങ്ങാമോ അല്ലെങ്കിൽ ആദ്യത്തെ ഇത്ര വായിക്കണം എന്നുള്ള ചില നിയമങ്ങളെ കൊണ്ടിരുന്നത് ആ നിയമങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ദിവസവും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ രാവിലെ തുടങ്ങി ഇന്ന് നമുക്ക് വായിക്കാവുന്നിടത്തോളം വായിച്ചു. പിറ്റേന്ന് രാവിലെ ഇറങ്ങുമ്പോൾ ആ രാമരാമ എന്നുള്ള ഒരു 4 വരിയുണ്ട്. അത് ചൊല്ലിയിട്ട് അത് തുടങ്ങുമ്പോൾ വേണം നോക്കണം. അങ്ങനെയാണ് ചൊല്ലാറുള്ളത് വായിക്കാറുള്ളത് പാരായണത്തിൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഓരോരുത്തരെ കൊണ്ടും ഒരു 4 വരി വായിപ്പിക്കുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിന്റെ രീതി കിട്ടാനും വായിക്കാനുള്ള നമ്മുടെ ചളിപ്പ് മാറാനും അതല്ല അത് നമുക്ക് വായിപ്പിക്കാം. അത് വേറെ കാര്യം. ചോദിക്കാനുള്ളത് ചോദിച്ചു. ഏത് കാര്യം ചോദിച്ചാൽ അറിയാവുന്ന മഹത്തായ ഒരു ചോദ്യമാണ്. നെട്ടൂര് മഹാദേവ ക്ഷേത്രത്തില് ബലിയിടലുണ്ട്. നമ്മുടെ ശിവക്ഷേത്രങ്ങളിൽ പലയിടത്തും ഉണ്ടല്ലോ. നെട്ടൂർ മഹാദേവ ക്ഷേത്രത്തില് ബലിയിടലുണ്ട്. അവിടെ വലിയ മൈതാനമുണ്ട്. നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, അത് ചോറാണ്. അത് കൊടുക്കും. അത് അവിടെ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോരുക. അതാണ് അവിടുത്തെ രീതി. അതിങ്ങനെ നിരത്തി വെക്കും. ആ മൈതാനം മുഴുവൻ ഇങ്ങനെ നിരത്തി വെക്കും. അപ്പൊ അവര് നോട്ടീസ് അടിച്ചിറക്കും. ബലിയിടാൻ വരുന്നതിന് വെടിയിടുന്നതിന് മുമ്പായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തൊഴുക. ബലിയിട്ടതിന് ശേഷം കുളിക്കാതെ ക്ഷേത്രത്തിൽ കയറുന്നത് അവർ നോട്ടീസ് അടിച്ചിറക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചർച്ച ഉണ്ടായതാണ്. ഈ തരുന്നത് പൂജാരിമാർ തരുന്നില്ലേ, ചെയ്യുന്നില്ലേ? പൂജാരിമാര് വന്നിട്ട് അവര് ബലിയിടുന്നുമില്ല, പറഞ്ഞു തരുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ബലിയിടാൻ പറഞ്ഞു തരാൻ വരുന്നത് പൂജാരി, പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. ബലിയിടുന്നത് നമ്മളാണ്. അത് പിണ്ടമാണ്. ആ പിണ്ടമായി കഴിയുമ്പോൾ അത് അശുദ്ധി ഉണ്ടാവും നമുക്ക് എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പം മാലുവായ മണപ്പുറത്ത് പോയാൽ അത് ഇട്ടിട്ട് നമ്മൾ മുങ്ങിയിട്ട് ശിവക്ഷേത്രത്തിൽ കയറുന്നു.
മുങ്ങിയിട്ടാണ് പോണത്. മുങ്ങിയിട്ടാണ് കയറുന്നത്. അതെ. നമ്മളിവിടെ വരുമ്പോൾ അങ്ങനെ അല്ല, അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉടനെ തന്നെ കയറാറുണ്ട്. അത് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യാം. ഞാൻ കയറാറില്ല. എല്ലായിടത്തും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ബലി ഇട്ട് കഴിഞ്ഞാൽ കയറാൻ പാടില്ലെന്ന് തന്നെയാണ് പറയാറ്. ഞാൻ മലയാള അമ്പലത്തിൽ ഒരു ദിവസം പോയിട്ട് ഒരു ഇത് ബലി ഇടുന്നതിന് പകരമായിട്ട് ഒരു വഴിപാടുണ്ടല്ല, നമ്മുടെ അവിടെ പൈസ അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഒരാളെ ചോറ് തരും, അവിടെ കൊണ്ട് കാക്കയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് പിതൃ നമസ്കാരം. ആ പിതൃ നമസ്കാരം ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കുന്ന ആ സ്ത്രീയോട് പറഞ്ഞ്, ആ പെങ്ങളെ പോയി എനിക്കത് വാങ്ങിച്ചോണ്ട് തരാമല്ലോ, ഞാൻ ബലിയിട്ടില്ല, അതുകൊണ്ട് കയറുന്ന എങ്ങനെയാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ അതോട്ട് കയറില്ല, ഞാൻ ബലിയിട്ടിരിക്കുക. അത് അവരുടെ വിശ്വാസമാണ്. നിങ്ങളുടെ വിശ്വാസം എങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വിശ്വാസം കയറിയാൽ മതിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൈയും കാലും കഴുകി ദേഹത്ത് വെള്ളം തളിച്ചിട്ട് വേണമെങ്കിൽ കയറാം, വേണമെങ്കിൽ. അത് നിങ്ങളുടെ വിശ്വാസമാണ്. ഇത് നമ്മൾ അകത്തേക്ക് തീർത്ത് തൊഴിലൊക്കെ മതിയാവും എന്നുള്ള വിശ്വാസം ഇവിടെ നിന്ന് കിട്ടും. പുറത്തു നിന്ന് കഴിഞ്ഞാൽ ദേവൻ അനുഗ്രഹിക്കില്ല. ഇപ്പം എന്നെ ഇട്ടിട്ട് പോകാൻ തൊഴിൽ കണക്കിട്ട് തൊഴിൽ പുറത്ത് തൊഴിലിട്ട് വേണ്ട കുഴപ്പം എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അകത്തോട്ട് കയറിയാണ് കൂടുതൽ പ്രസാദിക്കുക. ഗുരുവായൂർ അമ്പലത്തിലോട്ട് ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ് ശുപാർശ ഉണ്ട്, വേണേ കയറാൻ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അവിടെ ഇരിക്കുന്ന ആൾ കണ്ണു കാണാത്ത ആളായിരിക്കണം. ശുപാർശ ചെയ്ത് അകത്തോട്ട് കയറി മറ്റുള്ളവർക്ക് കിട്ടേണ്ട ആനുകൂല്യം ഞാൻ തട്ടിപ്പത്ത് കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്ന ആള് അങ്ങനെ കണ്ടോണ്ടിരിക്കുവോ? അങ്ങനെ ഇരിക്കുന്ന ആളല്ല ഗുരുവായൂരപ്പൻ. അപ്പൊ നമ്മൾ ചൂഷണം ചെയ്ത് കയറിയിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പൂർണ്ണ തൃപ്തി കൊണ്ട് കയറിയാൽ മതിയാവുന്നത് കയറിക്കോണം. ശരീരശുദ്ധി നിങ്ങളായ ഇഷ്ടമനുസരിച്ച് ചെയ്തിട്ട് കയറുക. എന്തിന് നമ്മൾ ദിവസവും തൊഴാൻ വന്ന ദേവനെ നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് പുറത്തൊന്നും തൊഴുതാൻ എന്താ കുഴപ്പം? ഇത് ബലിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണാൻ പാടില്ല. നമ്മുടെയൊക്കെ വീടുകൾ നശിക്കുന്ന പല വീടുകളിലും ഈ വീട് വെക്കുന്ന നിലപാടുണ്ട്. പല വീട് എല്ലായിടമൊന്നും ഇല്ല, പലയിടത്തും ഉണ്ട്. വീട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെടുത്ത് കുടുംബപരം വിട്ട് മാറുന്നില്ല, നാശത്തിലെ വക്കനൊക്കെ പോകുള്ളൂ. കാരണം ഈ വീട് വെച്ചിട്ട് അത് വീണ്ടും ആയിക്കഴിഞ്ഞു, എന്നിട്ടത് കഴിച്ചു. രണ്ട് തെറ്റായി ചെയ്യുന്നത്. കാരണം ഈ ആത്മാവിന് ഈ ചോറും കറി ആവശ്യമില്ല. 16 അടിയന്തരം നടത്തുമ്പോൾ പിതൃവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് 16 അടി നടത്തുന്നത്. അതിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണല്ലോ നടത്തുന്നത്. അപ്പൊ അവിടെ ഇലയിലെ ചോറും കറിയും വളർമ്പോൾ ഒരു മൂലയ്ക്കകത്ത് അപ്പം, വട, എള്ളുണ്ട, കക്കണ്ട, മുന്തിരി ഇത്രയും വെക്കും. അതെന്തിനാ? അത് ഈ പിതൃവിനുള്ളതാണ്. ഈ ചോറും കറിയും നമുക്കുള്ളതാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ ദേവഗണത്തിലേക്ക് വിട്ടു. അവർ ഈ ചോറും കറിയും നമുക്ക് ആവശ്യമില്ല. അവർക്ക് കക്കണ്ട, മുന്തിരി, എള്ളുണ്ട, വട, അപ്പം ഇതൊക്കെയാണ് അവർക്ക് ആവശ്യം. അതിനാണ് ഇലയിൽ അത് വിളമ്പുന്നത്. അത് അവർക്കുള്ളതും ഇത് നമുക്കുള്ളതും. എന്നിട്ട് നിങ്ങൾ മരിച്ചതിന് ശേഷം ആ വിശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പം അതങ്ങോട്ട് വരും, വീതി വെക്കുക. എന്നിട്ട് ആ പിണ്ണെടുത്ത് കഴിക്കുക. ഇവർക്ക് പുനർജനിച്ച് പോകണ്ടേ? നിങ്ങൾ ബലിയർപ്പണം നടത്തിക്കുന്ന കാര്യം. ബലിയിടുന്നത് കൃത്യക്കാർ സ്മരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതല്ല സ്മരിക്കല്ലേ, വിളിച്ച് മരിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. ഞാൻ പച്ചയായിട്ടൊരു ഭാഷ പറയാം. ഒരാപ്പഴേ അടുത്ത് പറഞ്ഞപ്പോൾ എന്നോട് പറയാം, എൻ്റെ ചേട്ടവും എവള് ഭാര്യയെ കൊണ്ട് പറയാം, എവള് വന്നതിന് ശേഷമാണ് ഇവിടെ ഈ വീതി വെപ്പ് പരിപാടി. നല്ല കരിമീനൊക്കെ കറി വെച്ച് കൊണ്ടുവന്ന് വെക്കും. കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് 10 കഴിയും കഴിക്കല്ലേ എന്നൊക്കെ പറയും. കുറേ കഴിഞ്ഞിട്ട് എന്നാൽ കഴിച്ചോന്ന് പറയും. കഴിക്കാൻ എടുക്കുമ്പോഴാണല്ലോ പറഞ്ഞ ഭാഷ പച്ചയായിട്ട് പറയാം, ആ മീൻകറിക്ക് തീട്ടത്തിൻ്റെ നാറ്റമാണ്. അനുഭവം പുരാണങ്ങൾ പറഞ്ഞാണ്, മീൻകറിക്ക് തീട്ടത്തിൻ്റെ നാറ്റമാണ്. എങ്ങനെ സംഭവിച്ചു? ഈ ആത്മാവ് അവിടെ വന്നിട്ട് ചെയ്യാവുന്ന ഇവിടെ നശിപ്പിച്ചിട്ട് പോവാണ്. പിടിപിടിക്കാത്തൊരു വീട്ടിലെ കാര്യമായി പറഞ്ഞത്. അത് തീർച്ചയായും ശേഷമാണ് പിടിപിടിച്ച് പറഞ്ഞത്. ഇദ്ദേഹത്തെ വലിയ കാര്യം ചെയ്യുന്ന പോലാണ്. അറിവില്ലായ്മ കേട്ടോ, അറിവില്ലായ്മയാണത്. ഹിന്ദു അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ഒരറിവില്ലാത്തവരാണ് ഭൂരിപക്ഷവും. അമ്പലത്തിൽ പോവുക, ചന്ദനം വാങ്ങിച്ച് കൊള്ളുക, ഉടനെ പായസം വാങ്ങിച്ച് കഴിക്കുക, തീർന്ന് എല്ലാം ആയിരുന്ന ഒന്നും ആയില്ല. നമ്മൾ പായസം കഴിച്ചിട്ടും ദേവന് ഒന്നും വയറിറക്കേണ്ട കാര്യമൊന്നുമില്ല. ദേവന് അതിനൊന്നും ആവശ്യമൊന്നുമില്ല, പട്ടിണി കിടക്കൊന്നുമില്ല. നമ്മുടെ ധാരണ നമ്മൾ കൊടുത്തിട്ടാണെന്നാണ്. നമ്മൾ ഗുരുവായൂർ കൊണ്ടുവന്ന്
ഒരു ഉരുളി കമത്തിയ ഒരാൾ അത് മോഷണം പോയി കഴിഞ്ഞപ്പം ഒരു പത്രപ്രതി ഗുരുവായൂരപ്പനോട് ചോദിച്ചതാണ്. ഗുരുവായൂരപ്പനോട് ചോദിച്ചത്, ഈ അന്ന് ഇങ്ങനെ കണ്ണും തുറന്ന് ഇപ്പോണ്ടല്ലോ, അവിടെ എടുത്തോണ്ട് കൊണ്ടുവന്ന് ഉരുളി സ്വർണ്ണ ഉരുളി കൊണ്ട് വെച്ച് അത് എടുത്തോണ്ട് പോയിട്ട് അങ്ങേക്ക് അത് കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റില്ലെന്ന് വെച്ചു. ഗുരുവായൂരപ്പൻ മറുപടി പറഞ്ഞതാണ്, കഥയാണ് കേട്ടോ. ഒരു ദിവസം ഒരു കള്ളൻ ഒരു ഉരുളിയും കൊണ്ട് വന്ന് എൻ്റെ മുമ്പിൽ വെച്ചു. വേറൊരു ദിവസം വേറൊരു കള്ളൻ എടുത്തോണ്ട് പോയി. നമ്മുടെ ധാരണ കൊണ്ട് കൊടുത്ത പുള്ളിയൊക്കെ തൃപ്തിപ്പെട്ടതാണ്. പുള്ളി നോക്കും ഇതെങ്ങനെ ഉണ്ടായി പണം, ഇവര് ചെയ്തൊക്കെ എങ്ങനെയാണ്, കട്ടാണോ, മോട്ടിച്ചാണോ, വിളിച്ചു പറിച്ചാണോ, അതോ അധ്വാനിച്ചുണ്ടാക്കിയാണോ എന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ഫലം കിട്ടുള്ളൂ. നമ്മുടെ ധാരണ എന്താ, എല്ലാം പാപവും തീരും അവിടെ കൊണ്ട് കൊടുത്തായിരുന്നു. പാപം തീരാൻ ഏറ്റവും നല്ലത് അന്നദാനം, അല്ലെങ്കിൽ സാധുക്കൾക്ക് ദാനം ചെയ്യുക, വസ്ത്രം ദാനം ചെയ്യുക, ആഹാരം ദാനം ചെയ്യുക, മരുന്നില്ലാത്ത മരുന്ന് വാങ്ങി കാശ് തരുന്ന മരുന്ന് കൊടുക്കുക. ഇതൊക്കെ സകല ദോഷം തീരാൻ പറ്റുന്ന ദാനം. ഒരു വഴിപാട് ക്ഷേത്രത്തിൽ ചെയ്യാം. ദാനം ചെയ്യുന്ന സമയത്ത് ഒരു വഴിപാട് അപ്പൊ നമ്മുടെ ധാരണ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇനി പാരായണത്തെ കുറിച്ച് ഇനി അടുത്തത് അത് സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? നമ്മൾ ഈ വിശേഷ ദിവസങ്ങളിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അന്നം വെക്കാറുണ്ട്. അത് വർദ്ധന, അതെ, ഓണത്തിനാണെങ്കിലും എന്താണെങ്കിലും അത് ചെയ്യാൻ പാടില്ല. അവർക്ക് പല സ്ഥലങ്ങളിലും ഈ അവലും മലരും അങ്ങനെയുള്ളതൊക്കെ നിവേദ്യങ്ങളൊക്കെ കർക്കടവാവിനൊക്കെ പല സ്ഥലങ്ങളിലും ചെയ്യാറുണ്ട്. കരിക്ക് ദാഹം വെക്കുക എന്ന് പറയുന്നത് അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. അന്നം നമ്മൾ ഈ ചോറും കറിയും ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇത് പുനർജനിച്ചു കഴിഞ്ഞില്ലേ, അല്ലെ പുനർജനിക്കണ്ടേ, പിന്നെ അവർക്ക് എന്താ തോന്നുന്നത്? ഇത് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. നമ്മൾ കൊണ്ടുമ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇല്ലല്ലോ, അപ്പൊ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഉദ്ദേശത്തിൽ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇത് പുനർജനിച്ചു കഴിഞ്ഞില്ലേ, ഇത് പുനർജനിക്കണമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ജനിക്കും, വീണ്ടും ജനനമുണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഈ പറഞ്ഞത്. ജനനം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ജനിക്കുന്നു, പുനർജനിക്കുന്നു, അതിനുള്ള അവസരം കൊടുക്കണം, പിന്നെ വിളിച്ചു വരുത്തരുത്. നമ്മൾ ഇവിടെ വന്ന് ബലിയിടുന്ന പറഞ്ഞാൽ നമ്മൾ പിതൃക്കളെ സ്മരിക്കുകയാണ്. കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മീനിന് ഭക്ഷണം കൊടുക്കുകയാണ്. ഈ ഭൂതഗണങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ബലികർമ്മം. ഭൂതഗണങ്ങൾക്ക് മത്സ്യത്തിന് ഈ സമയത്ത് ഈ കർക്കിടക മാസമാകും പ്രജനനത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം ആവശ്യം കൂടുതലുണ്ട്. ആ സമയത്ത് ഈ കർമ്മം നടത്തി കഴിഞ്ഞാൽ അതിന് അന്നം കൂടുതൽ കിട്ടും, അതിന് ഭക്ഷണം ഇടും, മുട്ടയുണ്ടാകും, മത്സ്യസമ്പത്തുണ്ടാകും. അതിനുവേണ്ടിയാണ് അത് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിതൃദോഷം തീർക്കാൻ വേണ്ടി ശ്രീരാമക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടുന്ന് അരി വാങ്ങിച്ച് വഴി മീനൂട്ട് നടത്തുക. മീനൂട്ട് നടത്തുന്നതിൻ്റെ ഉദ്ദേശം അതാ, മീനിന് ഭക്ഷണം കൊടുക്കുക, പിതൃദോഷം തീർക്കാൻ. അപ്പോൾ പിതൃദോഷം തീർക്കാൻ വേണ്ടിയിട്ട് കാക്കയ്ക്ക് ഭൂതഗണങ്ങൾക്ക് കൊടുക്കുക. ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ അന്നം കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്നതിൽ അർത്ഥമില്ല. കാരണം പുനർജനിക്കണ്ടേ, അവരെ നമ്മൾ സ്മരിക്കണം. വർഷത്തിൽ 1, 2, 3 ദിവസങ്ങൾ സ്മരിക്കുക. നമ്മളിപ്പോൾ ഒരു മരിച്ച ദിവസമാണെന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പിതൃ നമസ്കാര ക്ഷേത്രത്തിൽ പോയി ചെയ്യാം, ശിവക്ഷേത്രത്തിൽ പോയി ചെയ്യാം. അത്രേ ആകാവുന്നതാണ്. പിന്നെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടെന്നുണ്ടെങ്കിൽ ആയിരിക്കും. എൻ്റെ അനുഭവത്തിൽ ദോഷങ്ങളാണ് ഒരുപാട് കണ്ടിട്ടുള്ളത്. പലയിടത്തും കുടുംബങ്ങൾ ചെന്ന് വീട് അളന്ന് നോക്കിയൊക്കെ ചെയ്യുമ്പോൾ ദോഷം പറയുമ്പം അപ്പം പിന്നത്തെ ചർച്ച ഇത്തരം കാര്യമാണ്. വീടിൻ്റെ അല്ല, മറ്റു കാര്യങ്ങളാണ്. അത് കണ്ടുപിടിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കാണുമ്പം ഇതൊക്കെ നമുക്ക് ദോഷമായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അത്തിത്തറയൊക്കെ പറഞ്ഞ അനുഭവത്തിൽ കൂടി പറഞ്ഞാണ്. ഭക്തിയുടെ മഹത്വം നമുക്ക് പാരായണം കുറച്ചും തുടങ്ങിയിട്ട് 10-15 മിനിറ്റിനുള്ളിൽ തീർക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കോപ്പിയുണ്ട്. ഈ ഇതിന്റെ കോപ്പി വേണ്ടവർ കോപ്പി എടുത്ത് കൊടുക്കാം. അത് നോക്കി അത് എന്റെ ഫോൺ നമ്പർ കൊണ്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അവർക്ക് പിന്നീട് ഫോൺ നമ്പർ എഴുതിയിട്ട് വെക്കും. അതിന്റെ ബുക്കിന്റെ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്, ഫയലിലുണ്ടായിരുന്നു.
അല്ല അവിടെ ഇതില് അതില്ല. ശരി. ഇങ്ങനെ എഴുതാം. ശനിവാരത്തിനായി. ഈ രാമായണം വായിക്കുന്ന കർക്കിടക മാസത്തിൽ മാത്രമേ വായിക്കാവൂ എന്നൊരു ധാരണ പാടില്ല. അതെ അതെ എന്നും വായിക്കാവുന്നതാണ് രാമായണം. ശ്രീരാമദാസാശ്രമം ചെങ്കോട്ടുകുളത്ത് ദിവസവും രാമായണ പാരായണമുണ്ട്. ഉദയാസ്തം രാവിലെ തുടങ്ങിയ രാത്രി തീരും. അവർ 12 മണിക്കൂറോട് വായിച്ചു വെക്കും. നമ്മൾ വായിച്ച 14-16 മണിക്കൂർ ദിവസവും വായിക്കുന്നുണ്ട് ആശ്രമത്തിൽ. പിന്നെ ഇതിനകത്ത് രാമായണ മാഹാത്മ്യം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് രാമായണത്തിൽ. ബാലകാണ്ഡത്തിന് മുമ്പായിട്ട് രാമായണ മാഹാത്മ്യം, അതിനകത്ത് നിത്യവുമുള്ള രാമായണ പാരായണത്തിന്റെ മഹത്വം പറയുന്നു. മനസ്സിലായി? നിത്യവുമുള്ള രാമായണ പാരായണത്തിന്റെ മഹത്വം അവിടെ പറയുന്നു. അപ്പോൾ പാരായണം ചെയ്യാമെന്ന് എടുത്തച്ച പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല. അപ്പോൾ കർക്കിടക മാസത്തിൽ പണ്ട് ആൾക്കാർക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ട്, ഇതിന് സമയമില്ലാത്തതുകൊണ്ട് കർക്കിടക മാസത്തിലെ പണിയൊന്നുമില്ല. പന്ന മാസം ഒരു പണിയില്ല. വല്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടിരിക്കും. രാത്രി കാലങ്ങളിൽ വായിച്ച് ദൈവത്തോട് ഇതൊക്കെ പറയും. ഈ പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദക്ഷിണായനം ഉത്തരായനം 2 അവസ്ഥയുണ്ട് ഭൂമിയിൽ. അതിലെ ഉത്തരായണ കാലം ദൈവിക ചൈതന്യം ഭൂമിയിലുള്ള കാലമാണ്. മകരസംക്രമം മുതലുള്ള 6 മാസം. അത് കഴിഞ്ഞിട്ട് കർക്കിടകം മുതലുള്ള കാലം ദക്ഷിണായനം. ബലിയിടുമ്പോൾ ഇപ്പോൾ ദക്ഷിണായന കാലം എന്ന് പറയും. അപ്പോൾ ഈ കാലത്ത് ഈശ്വര ചൈതന്യം കുറവാണ്. അപ്പോൾ ഈശ്വര ചൈതന്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഈശ്വരാരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. അതിനുവേണ്ടിയാണ് കർക്കിടകത്തിൽ അങ്ങ് തിരഞ്ഞെടുത്തത്. അതേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ കർക്കിടകത്തിൽ ഈശ്വര പ്രാർത്ഥന കൂടുതൽ നടത്തണം. കാരണം ദക്ഷിണായനം തുടങ്ങി ഈശ്വര ചൈതന്യം ഏറ്റവും കുറവുള്ള കാലമായിക്കൊണ്ടിരിക്കുന്നു. 6 മാസം. അപ്പം ഈശ്വര പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. അതുകൊണ്ട് കർക്കിടക മാസം 1-ാം തീയതി മുതൽ പ്രാർത്ഥനയ്ക്ക് ചെയ്യാവുന്നത്, അന്ന് കിട്ടാവുന്നത് ഇതാണ്. അത് പാരായണം ചെയ്തു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊരു ശാസ്ത്രം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയാം. ഇനി നമുക്ക് പാരായണത്തിലേക്ക് തുടങ്ങാം. പാരായണത്തിലേക്ക് തുടങ്ങുമ്പം നിങ്ങൾക്ക് ഗുരുവിനെയൊക്കെ സ്മരിച്ചുകൊണ്ട് തുടങ്ങാം. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ ഗുരുഭ്യോ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ രാമ രാമഭദ്രാജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമാജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമമഹൃദീരമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ മസ്തുതേ. നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ, നാരായണായ നമോ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ചാരികപ്പൈതാനും വന്ദിച്ചു വന്ധ്യന്മാരെ, ശ്രീരാമകൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായകനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ, ദേവൻ വാരണമുഖൻ, മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ. വാണീഴുകനാരദമെന്നുടനാവുതന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യണം. കാലനേ യഥാകാലനേ ദിഗംബരൻ, വാരിജോത്ഭവമുഖ വാരിജവാസേ മാലേ, വാരിതന്നിൽ തിരമാല കളന്ന പോലെ, പരദീപദാവിലിതോനേണം കാലേ കാലേ, പാരാദസലക്ഷണം മേന്മേൽ മംഗലശീലേ. കൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാവിശേഷിച്ച് അനുഗ്രഹിക്കണം. വിഷ്ണുജോത്ഭവ സുതനന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ, വിഷ്ണു തന്മായാ ഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ
വണങ്ങുന്നേ. ഇഷ്ടദേവതാ വന്ദനമാണ്. കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നേ. ആരാണ് കൃഷ്ണൻ? പുരാണ കർത്താവ് കൃഷ്ണനാണോ? തെറ്റെഴുതി വെക്കുക രാമായണത്തിൽ എഴുത്തച്ഛൻ. നമ്മൾ രാമായണം വായിക്കാറുണ്ട്. വായിച്ചവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കൃഷ്ണൻ എന്ന് ചോദിച്ചാൽ ദേവകിയുടെ മകൻ അല്ലേ എന്നല്ലേ പറയുള്ളൂ. ഇവിടെ കൃഷ്ണൻ വ്യാസന്റെ പേരാണ്. കൃഷ്ണൻ ഇവിടെ യഥാർത്ഥ കൃഷ്ണൻ പുരാണം ഉണ്ടാക്കിയിട്ടില്ല. പുരാണ കഥയൊന്നും രചിച്ചിട്ടില്ല. വ്യാസനാണ് രചിച്ചിട്ടുള്ളത്. വ്യാസന്റെ അമ്മ ഇട്ട പേര് കൃഷ്ണൻ എന്നാണ്. വ്യാസന് അമ്മ ഇട്ട പേര് കൃഷ്ണൻ എന്നാണ്. പിന്നെ വേദത്തെ 4 പതിത്ത് കഴിഞ്ഞപ്പോൾ വേദത്തെ വിധിച്ചവൻ വേദവ്യാസൻ എന്ന് പറഞ്ഞു. ബദര്യാശ്രമത്തിൽ പോയി തപസ് ചെയ്തപ്പോൾ ബാദരായണനായി. അങ്ങനെ ദ്വീപിൽ ജനിച്ചത് കൊണ്ട് കൃഷ്ണത്തൊയ് ഒരുപാട് പേരുണ്ട് വിളിച്ച്. അവിടെ കൃഷ്ണനുണ്ട്. അപ്പോൾ കൃഷ്ണത്തൊയ്വായന ബാദരായണ വേദവ്യാസൻ എന്നാണ് വ്യാസന്റെ മുഴുവൻ പേര്. കൃഷ്ണദ്വൈവായന ബാദരായണ വേദവ്യാസൻ. ഇത് മുഴുവൻ പുള്ളിയുടെ വിശേഷണങ്ങളാണ്. ഒരാളുടെ പേരിനകത്ത് ആളുടെ ജീവിതം മുഴുവനുണ്ട്. ആ പേരിനകത്ത് ഒരാളുടെ പേരിനകത്ത് ആളുടെ ജീവിതം മുഴുവൻ പകർത്തി വെച്ചിട്ടുണ്ട്. കൃഷ്ണ ദ്വൈവായന ബാദരായണ വേദവ്യാസൻ ജീവിതം മുഴുവനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആ പേരിനകത്ത്. അപ്പോൾ പേര് കുട്ടികൾക്ക് ഇടുമ്പോൾ അർത്ഥമുള്ള പേര് ഇടണം. ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അവർ ജോലി കിട്ടും, സമ്പാദിക്കും, എല്ലാം ജീവിക്കും. അവരെ ലോകം അറിയാതെ പോകും. പേര് മോശമാണെന്ന് വെച്ച് ലോകം അറിയാതെ പോകും. ലോകം അറിയണമെങ്കിൽ നല്ല പേര് വേണം. ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പേര് വിഷ്ണുവിൻ്റെ ശങ്കരൻ്റെ ഒക്കെ ആയിരിക്കും അല്ലേ? എ ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ പി കെ വാസുദേവൻ, കെ കരുണാകരൻ, ഇങ്ങനെയുള്ളവരുടെ പേരൊക്കെ എടുത്താൽ ഒക്കെ കൃഷ്ണൻ. ആ കൃഷ്ണൻ അല്ലെങ്കിൽ ശങ്കരൻ. ക്രിസ്ത്യാനിയായിട്ടുള്ളത് ഉമ്മൻചാണ്ടി അന്തോണിയ, അത് പുണ്യാളന്മാരുടെ പേരാണ്. അതങ്ങനെ പോയി. പിന്നെ ഒരിക്കലൊരു CH മുഹമ്മദ് കോയ ഉണ്ട്, നബിയുടെ പേരാണ്. ഉന്നത സ്ഥാനത്തെത്തണമെങ്കിൽ ഉന്നതമായ പേര് കൊടുത്തിരിക്കണം. കൊടുത്തതുകൊണ്ട് കള്ളനായി പോകുന്നതിൽ നമ്മൾ ഉത്തരവാദിയല്ല. കള്ളനാണെങ്കിൽ പ്രകടന കള്ളനായിരിക്കും. അപ്പോൾ ഉന്നത സ്ഥാനം വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നോട് 10 വർഷത്തിന് എന്നോട് വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആവുമെന്ന്. ഞാൻ ഇത് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ തുറന്നങ്ങനെ വെച്ചാവില്ല. അർജുനനാണ്. അർജുൻ എങ്ങനെ കൃഷ്ണനാകാൻ പറ്റും? കൃഷ്ണനാണെങ്കിൽ ഞാൻ പറയാം, ആണെങ്കിൽ ഓക്കെ. അർജുനൻ എങ്ങനെ രാജാവാകും? ഇപ്പോൾ ഒരു അർജുനൻ രാജാവായിട്ടുണ്ട്. കൃഷ്ണൻ ഇരിക്കേണ്ട കസേരയിലാണ് ഇരിക്കുന്നത്. ബാക്കി എത്താൻ പറഞ്ഞ രാഷ്ട്രീയവും. കൃഷ്ണൻ ഇരിക്കേണ്ട കസേരയിലാണ് ഇപ്പോൾ അർജുനൻ ഇരിക്കുന്നത്. ഞാൻ ഈ പുരാണം വെച്ച് പറഞ്ഞേട്ടാ, രാഷ്ട്രീയം ആരും പറയരുത്. നാളെ ഒരു ചോദിക്കാൻ ഉള്ള നമ്മൾ ഇത്രയും പഠിച്ചതിൽ നമുക്ക് കിട്ടിയ അറിവ് വെച്ച് പറഞ്ഞാണ്. അത് ആ കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയി. ഞാൻ ധൈര്യമായിട്ട് അങ്ങ് ഒരു പ്രതീക്ഷ നടത്തിയതാ, പൊട്ടിപ്പോയി. അപ്പൊ അടുത്ത ആള് വായിക്കാന്ന് വായിച്ചോ. പുരാണ കർത്താവിനെ വണങ്ങുന്നവരെ വായിച്ചേ. ആരെങ്കിലും ധൈര്യമായിട്ട് വായിക്കും. ചുമ്മാ അങ്ങ് വായിച്ചോ. തെറ്റ് വന്നെങ്കിൽ വന്നോട്ടെ. ഇങ്ങനെ ഇന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി വായിക്കാൻ പറ്റും. നാന്മറ നേരായ രാമായണത്തെ മിക്കാൻ നിങ്ങൾ ചുമ്മാ പുസ്തകം വായിക്കാൻ വായിച്ചാൽ ഈണമെന്ന് നോക്കണം. നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തുന്നു. വാൽമീകികൾ ശ്രേഷ്ഠനാഗീയ മഹാമുനി കാൻമമാപരം തിരേപ്പോഴും വന്നിട്ടുണ്ട്. രാമനാമത്തെ സദാ കാലവും ജപിച്ചിടും രാമനാശനുമാ വല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമതിയെ മനസ്സിവാൻ വിടുവാൻ വന്നിട്ടുണ്ട്. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദർഗമുഖന്മാരാകിയ മുനികളും വാരിജശരാതി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണയ്ക്കണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ
ശരണാരുണാംബുജ വിലീനപാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാം ഭഗവാൻ വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു വേദത്തിന് ആധാരഭൂതന്മാരിൽ കാണായോരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാത്മ്യങ്ങളാർത്തുകൊല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മ പാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം വെല്ലുവിടുന്നേ വേദാന്താദി വിദ്യകളെല്ലാം ചേതസിന്തുണർന്നാവോളം നുണയ്ക്കണം സുരസംഹരീപതി തദന സ്വാഹാപതി വരദൻ കുട്ടിതൃപതി ബുദ്ധി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധിപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി സ്തുതിവാക്യാത്മാദിനപതി ഹേളനാമ്പതി ജഗതി ജരാചര ജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കണം അകമേ സുഖമേ ഞാൻ അനുസംബന്ധിക്കുന്നു അഗ്രജന്മമ സദാം വിദുഷാമകേസരൻ മൽഗുരുനാഥൻ അനേകാനുദേവാസികളോട് ഉൾക്കുരുന്നിങ്കൽ വാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഒരു ഭൂതന്മാർ മറ്റുള്ളവരും വായിച്ചോ ഒരു ധൈര്യത്തിന് വേണ്ടി പറയുന്ന പറഞ്ഞുകൊണ്ടില്ല. ഇവിടെ വന്നിട്ട് വായിക്കാൻ ആളുകൾ വരണമെങ്കിൽ ഇവിടെ ഇതുപോലെ വേദിയിൽ നിന്ന് വായിച്ച് ധൈര്യം വരണം. ആരെങ്കിലും വായിച്ചോ. രാമായണം കോടി ഗ്രന്ഥമുണ്ടല്ലോ ഭൂമി തന്നെ രാമനാമത്തിൽ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുലി പ്രവരനായി വന്നതു കണ്ടുകാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാജ്ഞി തന്നാവിന്മേൽ വാണിയിടിനാൾ വാണിയിടു കവ്വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരം നല്ലതോർത്തു ചേതസി സർവം ക്ഷണിച്ചിടുവിൻ ഹൃദയാലേ അധ്യാത്മപ്രതീകമത്യന്തം രഹസ്യം അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തിസിദ്ധിക്കും സന്ദിഗ്ധ ജന്മം കൊണ്ടേ ഭക്തി കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്തുക്കളായോ ഈ കഥ കേൾക്കുന്നെങ്കിൽ ബദ്ധരാകിയിടും ഉടൻ മുക്തരായി വന്നുകൂടും രാത്രി ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഃഖാതിമധ്യേ ഭോഗി സത്തമനായിടുന്ന മെത്തനിർയോഗനിദ്ര ചെയ്തിടും നാരായണൻ രാത്രി മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ രാത്രീന്ദ വീരൻ ദശരഥൻ തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മിൽ മാർത്താണ്ഡാത്മജപുരം പ്രാപിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്ത്യവാക്യ വേദ്യനാം സീതാപതി ശ്രീപാദം വന്ദിക്കുന്നേ. സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനദിഷ്ടം കാലലോചനം മുനിസിദ്ധം നീലലോകിതം നിജഭദ്രാരം വിശ്വേശ്വരം വന്നിച്ചു മാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരീ ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റി സർവലോകവാസ സർവേശ്വര മഹേശ്വര സർവ ശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം
ഭക്തിവിശ്വാസം ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾക്കൂ. ആകയാൽ ഞാൻ ഉണ്ടെന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശ ചേതസാധൂപിക്കുന്നു. കാരുണ്യം എന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. തത്വഭേദങ്ങൾ വിജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതു മൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം അന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ. ശ്രീരാമദേവൻ തന്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലരുൾവാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്ത് കേട്ട് തെളിഞ്ഞു ദേവൻ ജഗദീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ശ്രീരാമദേവതത്വം കേൾക്കണമെന്നു മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം. എന്നോടിതാരും ചോദ്യം ചെയ്തില്ല, ഞാനും നിന്നാണെ കേൾപ്പിച്ചതിലാരെയും ജീവനാഥേ. അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥമല്ലാഗ്രഹമുണ്ടു താനും. അത്യതിശയം പുരുഷോത്തമൻ നിത്യവും ചിത്രകാന്തി വർദ്ധിക്കതന്നിവൻ. ശ്രീരാമപാദാംബുജം വന്നിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ വരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ കാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മൻ ജഗൽ ഭഗവാൻ ഗിരിഞ്ജനാരായണ ശിവാത്മജൻ ആത്മാരാമൻ തത്വാത്മാ സച്ചിന്മയൻ സകലാത്മകനീശൻ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതെ സാധനം തൊഴുവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീയും. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ മംഗളയോജൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ ഭക്തി കണ്ടവനെ കൊണ്ട് ദേവിയും അനുജനും വാനരപ്പടയുമായി മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും ഈയസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സിദ്ധ്യനായി സൂര്യകോടി തുല്യ തേജസ്സാജകൾ ശരീരവും കേട്ട് കേട്ട് ആനന്ദിച്ച് നിർമ്മലമണിതൻ കാഞ്ചന സിംഹാസനേ തൻ മായാദേവിയായ ജാനകിയോടും കൂടി ആനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിയും തിരുമുമ്പിലമ്മാറു ഭക്ത വന്നിച്ചു നിൽക്കുന്നു. ഒരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ ഹനുമാനെ നീ കണ്ണയല്ലേ നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. ബ്രഹ്മചാരികൾ മുൻപനല്ലോ കന്മഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും നിൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ. ചിന്മയെ ജഗന്മയെ തന്മയെ മായാമയേ
ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിലും ഉത്തമോത്തമനോ ഹരേ രാമ 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 ബ്രഹ്മജ്ഞാനാർത്ഥികളിലും ഉത്തമോത്തമനോ ശ്രീരാമദേവൻ ശ്രീരാമദേവൻ ചെയ്തേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൽ നായകക്കല്ലേ ശ്രീരാമപാദം ഭക്തപ്രവരെ കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധിനിർമുക്തം സത്തമാത്രം നിശ്ചയിച്ചറിഞ്ഞു കൂടാതൊരു വസ്തു എന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളിൽ യാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമ കൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷികം നിത്യം സർവദം സർവകാര്യം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനിക്കൊള്ളിടാമുള്ളവണ്ണം എന്നോടു ഞാൻ തൻ മൂലത്തെ പ്രതിയായതോ എന്നുടെ പതിയായ പരമാത്മാവു തന്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു തത്സാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാണവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടും മുക്തജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാത്മയതികളും തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകരധ്വംസത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷബോധികളെ പഠിക്കാനായി കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രൂതയായടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിതാശ്രമം ബദ്ധമോദേരൂപ്പയാഗരക്ഷയും ചെയ്തു സങ്കൽപ്പനായ കൗശികാമുനിയോടും മൈഥിലി രാജ്യത്തിനായി കൊണ്ടുപോകുന്നു ഗൗതമൊരകലിയ ശാപം തീർന്നു പാദപങ്കജം തൊഴുതവളെ അനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകം പോകും മൂപുരവൈരിയോട് ചാപവും കുറിച്ചുടൻ പാടി ഗൃഹണവും ചെയ്തു പോരുന്ന നേരം മുൻപൂപ്പ് കടുത്തൊരു ഭാർഗവരാമൻ തന്റെ തർപ്പവും അടക്കി കൊമ്പൊടയോതിക്കു പൂക്കു 12 സംവത്സരമിരുന്നു സുഖത്തോടെ താതനു അഭിഷേകത്തിൽ ആരംഭിച്ചാനതു മാതാവു കൈകേകിയും മുടക്കിയതു മൂലം ഭൂതാവാകിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ ഹൃദാരിപുരം പൂക്കു വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടുതകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരുണ്യം പൂക്കകാലത്തു വിരാതനെ ഖണ്ഡിച്ചു ഉപോത്ഭവനാം അഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരും മുനിമാരോടും സത്യം ചെയ്തു ദണ്ഡമെന്നിയേരോ വംശത്തെ ഒടുക്കുവാൻ പോകിതോ പഞ്ചവടി തത്രവാടിടും കാലം പുഷ്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സഹോദരി ശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാസികാഛേദവും ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു 14,000 പടയോടും കൊന്നിതു 3.25 നാഴിക കൊണ്ടു തന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനെ കൊണ്ടു ചെന്നാൾ മായയാ പൊന്മാനായി വന്നൊരു മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാ സീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാ മനുഷ്യൻ ജടായുസ്സിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കരതൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തു പോയി ശബരി തന്നെ കണ്ടു മോക്ഷധനം അവളുടെ പൂജയും കൈക്കൊണ്ടതാ മോക്ഷദാനവും ചെയ്തു കീതു പമ്പാതീരം തത്ര കണ്ടിരു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരിക്കൂരെന്നന്യോന്യം സംഖ്യ ചെയ്തു പ്രധാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലതീരെ സേതു ബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം
പുത്രമിത്രാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശാസ്ത്രേണ വധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം വർത്തനാം വിഭീഷണൻ അഭിഷേകം ചെയ്തു പാവഗന്ധങ്ങൾ മലയിലും വായിക്കാനുണ്ടോ? വായിച്ചോ. സത്യം ആദ്യം വായിച്ചത് അഭിഷേകവും ചെയ്തു പാവകന്തങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവന എന്നു ലോക സമ്മതമാക്കിക്കൊണ്ട് പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി ദേവകളോടും അനുവാദം കൊണ്ടയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളീനാൻ ജഗന്നാഥൻ രാജ്യനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാം മോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ദേവമാതികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദപി ആത്മാ രാമനദ്വയൻ പരൻ നിഷ്കളൻ വിദ്വൽ വൃന്ദ രാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗലിക്കുന്നതും പുനരിക്കുന്നതും പിഞ്ചിൽ ജനിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല ദുർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർമ്മലനൊരു വസ്തു ചിന്തയിലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്നു തോന്നിപ്പിക്കുന്നു തൻ മായാഗുണങ്ങളെ താൻ അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലാലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസാ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുള വാച പുനരജ്ഞോടരുൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ കണ്ടാൽ വായിച്ചോ. വായിക്കില്ലേ? ആഗ്രഹിച്ചു വന്നതൊക്കെ വായിച്ചിട്ട് നിർത്താവുന്നില്ല. രേണു ചേച്ചി വായിക്കണല്ലേ? നമുക്കിനി കൂടുതൽ വായിക്കേണ്ടതൊക്കെ നമ്മുടെ നാളെ പോലെ അവിടെ വായിക്കാം. ആവശ്യം പോലെ വായിക്കാം. എല്ലാവരും കഴിഞ്ഞു. ഇനി അടുത്ത ടൈമിൽ വായിക്കാനിരിക്കുന്ന ആൾക്കാരാണ് 1-2 പേരുള്ളത്. അവരടുത്ത ദിവസം ഒന്ന് വായിച്ചു. അല്ല, ഇത് പേടിക്കരുത്. ഈ അമ്മ വായിച്ച നേരത്തെ നിങ്ങള് അതുപോലെ വായിക്കാൻ പറ്റൂലെന്ന് വെച്ച് വായിക്കാതിരിക്കണ്ട. അത് ആ പാരമ്പര്യമായിട്ട് വായിച്ച് ശീലമുള്ളതുകൊണ്ടാണ്. പിന്നെ സംഗീതവാസന ഉണ്ടാവും. എല്ലാവർക്കും അതുപോലെ വായിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ വായിച്ചപ്പോ സംഗീതമൊന്നുമില്ല ഇല്ലേ? അപ്പം അത് നോക്കണ്ട, നമുക്കറിയാവുന്നതിന് വായിക്കാം, അത്രയേ ഉള്ളൂ. ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെ വായിച്ചു വരുമ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർത്തി കഴിഞ്ഞിട്ട് സമർപ്പിക്കുന്നത് അവസാന ഭാഗം വായിച്ചിട്ടാണ് സമർപ്പിക്കുന്നത്. അതങ്ങനെ വായിച്ച് നമുക്കിത് കൊണ്ട് പാരായണം സമർപ്പിക്കാം. ശ്ലോകം അത് പറഞ്ഞു കൊടുക്കുക. അവര് പറഞ്ഞു കൊടുക്ക്, അവർ ചൊല്ലിക്കോട്ടെ. പറഞ്ഞു കൊടുത്താൽ മതി. പഠിപ്പിക്ക്. അങ്ങനെ ശിഷ്യപ്പെട്ടോ, അറിവുള്ളവരുടെ ശിഷ്യപ്പെടാ. രാമതപോവനാഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീം ദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം അധ്യാത്മരാമായണം. രാമായണം മുഴുവനായിട്ട് ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മമാര് രാമരാമ പാഹിമാൻ രാമപാദം ചേരണേ, രാമായണം മുഴുവനുണ്ട്. ദിവസവും രാമായണം വായിക്കുന്നത് തുല്യമാണ്. രാമായണ കഥ മുഴുവൻ അതിനകത്ത് വരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള ശാന്തിയും സമാധാനവും ഇപ്പം ഇല്ല. കാരണം അത് നിന്ന് പോയി വീടുകളിൽ നിന്ന്. അത് വീണ്ടും നമുക്ക് കേൾക്കാം. ആ ബുക്ക് വെച്ച് വായിച്ചാൽ മതി ദിവസവും. അത് വളരെ ഐശ്വര്യമുള്ളതാണ്. സകല പാപങ്ങളും തീരുന്നതാണ് ആ സന്ധ്യാനാമം എന്ന് പറഞ്ഞ ബുക്ക്. നിസാര വിലയുള്ളൂ. അത് വീടുകളിൽ വായിക്കുക, അതേക്കൂടി ചെയ്യുക. വീടിൻ്റെ ഐശ്വര്യത്തിനുണ്ട്. അത് നമുക്ക് ശ്രീരാമൻ്റെ രാജ്യപാലഫലം വായിച്ചിട്ട് ഇന്നത്തെ കഥയെ കൊണ്ട് സമർപ്പിക്കാം. ജാനകീ ദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ വൈദവ്യ ദുഃഖം ഭരിതമാർക്കില്ലൊരു
വ്യാധി ഭയവുമൊരുത്തർക്കുമില്ലല്ലോ, സസ്യപരിപൂർണയല്ലോ ദരിദ്രിയും, രസിയും ഭയവും ഒരേടത്തുമില്ലല്ലോ. ബാലമരണം അകപ്പെടുമാറില്ല, കാലേ പരീക്ഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി, രാമനെ ധ്യാനിക്കുമേതലും സ്വന്തവും. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും ഇളക്കം വരുത്തുകില്ലാരുമേ, എല്ലാവരുമുണ്ട് അനുകമ്പ മാനസേ, നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങൾ, ഓർക്കയുമില്ല പരസ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട്, നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖം എന്തൊന്നിതിൽ പരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോക മോഹങ്ങളീടിനാൻ. അധ്യാത്മരാമായണമിതമത്രയും അത്യുത്തമത്തമം മൃത്യുഞ്ജയപ്രോക്തം അധ്യയനം ചെയ്യൽ. മർത്യജന്മികൾ മർത്യാനിജന്മനാമുക്തി സിദ്ധിക്കും, അതിലുള്ള സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്പണം, ശത്രുവിനാശനമാരോഗ്യവർദ്ധനം, ദീർഘായുരർത്ഥപ്രദം പവിത്രംബരം, സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യ. പഠിക്കലും ജൽഗുലും ദർശനെ മുക്തനായിടും മഹാപാതകങ്ങളാ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സുപുത്രനേത, നിത്യമാരിജനങ്ങളാൽ സമ്മതം. വിദ്യാഭിലാഷി മഹാബുധനായി വരും മന്ധ്യായുവതി, കേട്ടീട് നല്ലൊരു സന്തതിയുണ്ടാം അവർക്കെന്ന നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നീടും, അർത്ഥാർത്ഥി കേട്ടീടുകൾ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും കേൾക്കൽ, യുഗിയായി വരുന്നത് ഈ ധനിത് കേൾക്കൽ നിർഭയനായി വരും. ബാധിതൻ കേൾക്കില്ലനാഥനായി വരും. ആത്മാർത്ഥമായി ഉടനുണ്ടാകും ആദികളെല്ലാം അകന്നു പോം നിർണയം. ദേവപുതൃഗണതാപസമുഖന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്തരം. കൽമഷമെല്ലാം അകലും അതേയല്ല, ധർമാർത്ഥകാമോക്ഷങ്ങൾ സാധിച്ചിലും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രസതയ്ക്ക് ഉപദേശിച്ചിതാതരാൽ. നിത്യവും ചിത്തമുക്തിയ ഗുരുഭക്തി കൊണ്ട് അധ്യയനം ചെയ്യലും കേൾക്കലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം. പരമാർത്ഥം കവേ ഭക്ത്യ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. അധ്യാത്മരാമായണി ഉമാമഹേശ്വരം രാമായണത്തിന് ഫലശ്രുതി വായിച്ച് അവസാനിക്കുകയാണ്. രാമൻ എന്ന രാജാവ് രാജ്യഭാരം നടത്തുമ്പോൾ അന്തരീക്ഷമെല്ലാം മനോഹരമായിരുന്നു. മഴ പെയ്യേണ്ട കാലത്ത് മഴ പെയ്തു, വേനൽ വേണ്ട കാലത്ത് വേനൽ പെയ്തു. അതിവൃഷ്ടി ഇല്ലായിരുന്നു, ബാലമരണം ഇല്ലായിരുന്നു, വൈധവ്യമില്ലായിരുന്നു. ഒരു പിതാവ് പുത്രന്മാരെ പരിരക്ഷിക്കുന്ന പോലെ രാമൻ പ്രജകളെ രക്ഷിച്ചു. പിതാവ് പുത്രന്മാരെ രക്ഷിക്കുന്നത് പോലെ രാമൻ പ്രജകളെ രക്ഷിച്ചു. ഭരണാധികാരി തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ പ്രജകളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു വരികയാണ്. ഈ കഥ ഇതാണ് സ്വാതന്ത്ര്യ സമരത്തിന് ഗാന്ധിജി മുമ്പിൽ പിടിച്ചത്. എൻ്റെ ലക്ഷ്യം രാമരാജ്യമാണ്. രാമൻ തൻ്റെ പ്രജകളെ മക്കളെ പോലെ സംരക്ഷിച്ചു. അതുപോലെ ഭരണാധികാരികൾ പ്രജകളെ സന്തതികളെ പരിരക്ഷിക്കുന്ന പോലെ രക്ഷിക്കുന്ന ഒരു ഭരണക്രമം എനിക്ക് വേണം. അതിന് ജനാധിപത്യം എന്ന് പേരിട്ടു. അങ്ങനെ സത്യാഗ്രഹം നടത്തി അത് സ്വാതന്ത്ര്യമാക്കി ബ്രിട്ടീഷുകാരൻ എടുത്തു. അതിനു മുമ്പായിട്ട് ഗുരുദേവനെ കാണാൻ വേണ്ടി ശിവഗിരിയിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം അദ്ദേഹത്തിനോട് പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തൊക്കെ നിങ്ങൾ വായിച്ചിട്ടുള്ള എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അവസാനം ഗാന്ധിജി ചോദിച്ചു, ഞാൻ ഈ നടത്തുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലക്ഷ്യത്തിലെത്തുമോ ചോദിച്ചു. ഗുരുദേവൻ തമാശ രൂപത്തിൽ പറഞ്ഞതാണ്, എങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സ്വാതന്ത്ര്യ സമരം വിജയിക്കണമെങ്കിൽ, ഉദ്ദേശിക്കുന്ന രീതിയിൽ രാമരാജ്യം വരുമെന്നാണ് പ്രതീക്ഷിച്ചതെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ്, അതാണ് പ്രതീക്ഷിക്കുന്ന പുള്ളി. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങ് രണ്ടാമത് ഒന്നുകൂടി ജനിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഗാന്ധിജിയോട് പറഞ്ഞാണ്. അങ്ങനെ ഒരു രാമനെ പോലെ ഒരു രാജാവ് വന്ന് പ്രജകളെ തൻ്റെ മക്കളെ പോലെ രക്ഷിക്കുന്ന ഒരു ഭരണാധികാരി ഈ രാജ്യത്തുണ്ടാകണമെന്ന് അങ്ങ് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് രണ്ടാമത് ഒന്നുകൂടി ജനിക്കേണ്ടി വരും. അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മളല്ലേ പിന്നെ വിലയിരുത്തണം.
ഇങ്ങനൊരു കഥ ഇവിടെ കിടപ്പുണ്ട്. രാമരാജ്യം എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഈ അർത്ഥത്തിലാണ് ഗാന്ധിജി ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നിത്യവും ശുദ്ധഭക്തിയോടുകൂടി ഇത് ഈ രാമായണം വായിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും, എന്താഗ്രഹിച്ചുകൊണ്ട് വായിക്കുന്നത് നടക്കും എന്നുള്ള അർത്ഥം പറഞ്ഞുകൊണ്ടാണ് സമർപ്പിച്ചത്. നമുക്ക് പ്രജകളെ രാമൻ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ സ്നേഹിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. വന്നിരുന്നതിലും കേട്ടതിലും വളരെ സന്തോഷമുണ്ട്. 30 വർഷത്തിൽ 18 വർഷത്തിൽ 25 വർഷത്തിന് മുമ്പ് പുണേക്കാവിൽ രാമായണ പാരായണം തുടങ്ങിയതാണ്. 25 വർഷത്തിന് മുമ്പ് അത് ആദ്യം ആളുകളൊന്നുമില്ല, ഞാനും ജയരാജും കൂടി അത് തുടങ്ങിയത്. പിന്നെ ജയരാജൻ്റെ പെങ്ങളെ അത് കഴിഞ്ഞപ്പോൾ അവിടെ വായിക്കാൻ ആൾക്കാർ തന്നെ ഉണ്ടായി, അവർ നടത്തുന്നുണ്ട്. അവിടെ വലിയ പുരോഗതിയുണ്ട്. എത്രയും പോയി നമുക്കുണ്ടായിട്ടില്ല. നമ്മുടെ അമ്മമാരെല്ലാവരും കൂടി വന്നിരുന്ന് വായിക്കണം. അവിടെ ആണുങ്ങളും ഒക്കെ വായിക്കുന്നുണ്ട്. നമ്മുടെ പുരുഷന്മാർക്ക് വായിക്കാൻ മടിയാണ്. അത് മടി മാറാൻ വേണ്ടി ഞാൻ നടക്കുന്നത്. അത് മടി മാറാത്ത ഇവിടെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ മടി മാറിയുണ്ട്. എന്നിടത്തൊക്കെ മടി, ഇവിടെ മാത്രമേ മടി മാറാത്തുള്ളൂ. പുരുഷന്മാരും കൂടി രംഗത്തിറങ്ങണം. അപ്പൊ ഇനി നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ കൃതജ്ഞത എന്നുള്ള ചടങ്ങാണ് ബാക്കിയുള്ളത്. മണ്ണിപ്രകാശനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ വനിതാ സംഘത്തിൻ്റെ പ്രതിനിധികളോടുണ്ട്. ഞാൻ വനിതാ സംഘത്തിൻ്റെ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസിൻ്റെ അധ്യക്ഷനായ നമ്മുടെ പ്രസിഡന്റ് ശ്രീ സോണിയത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് പറഞ്ഞു തന്ന് പാരായണം ചെയ്തു തന്ന നമ്മുടെ വിശ്വാസം മാഷിന് ഏറ്റവും കൂടുതൽ ഭയങ്കര നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ സെക്രട്ടറി, വനിതാ സംഘ സെക്രട്ടറി, SNDP കമ്മിറ്റി അംഗം, പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് ഗുരുദക്ഷിണ എന്നൊരു ചടങ്ങുണ്ട്. ഗുരുദക്ഷിണ സമർപ്പിക്കുന്നതിന് നമ്മുടെ പ്രസിഡന്റ് ഞാനീ പാടുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പാടും. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. രഘുപതി രാഘവ രാജാറാം സീതാറാം. രഘുപതി രാഘവ രാജാറാം പതിത പാവന സീതാറാം. മുഴുവൻ ഒന്ന് പാട്ട് മുഴുവൻ ഉണ്ട്. ഇതിനായി വരെ എങ്ങനെ നമ്മൾ പറഞ്ഞിരിക്കണം. വിഭാഷം ഉജാറായിട്ട് പോകില്ല. ഉജാറായിട്ട് പോകും ഉറപ്പായി. ഞാൻ